കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല, സമയം കിട്ടിയില്ല, അതാണ് കാര്യം. ഇപ്പോൾ അങ്ങനെ ഓണത്തിൻ്റെ തിരക്കുകളാണ് എല്ലായിടത്തും. അങ്ങനെ ഇപ്പോൾ എല്ലാ ഈ സഹകരണ സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും ഇപ്പോൾ ഓണം മേള, ഓണച്ചന്ത അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളൊക്കെ ആയത് കാരണം എല്ലാവരും അങ്ങ് ബിസിയാണ്. എവിടെ തിരിഞ്ഞാലും സാധനങ്ങൾ ആളുകളുമാണ്. അങ്ങനെ ഞാൻ ഇന്ന് ജോലിയും കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത് കൂട്ടുകാരെ. അങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ വഴിയെ ഇങ്ങനെ വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മണി ഏതാണ്ട് ഒരു 5:45 ആയി. അങ്ങനെ നടന്നു വന്നപ്പോൾ കാണാം നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ മുമ്പിലൊരു ചെണ്ട കൊട്ടും ബഹളമൊക്കെ എന്ന് വെച്ചാൽ ചിങ്കാരി മേളക്കാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ഇപ്പുറത്തായിട്ട് പായസമൊക്കെ കൊടുക്കുന്നുണ്ട്. കുറേ കസ്റ്റമേഴ്സൊക്കെ അവിടെ വന്ന് ഇതൊക്കെ കുടിക്കുന്നു. അങ്ങനെ പുറത്ത് നിന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെ എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞാൻ പതുക്കെ അതുവഴി അങ്ങോട്ട് ഒന്ന് കയറി ഒന്ന് എത്തിയൊക്കെ നോക്കിയപ്പം ഇവിടെ ഈ ഓണാഘോഷത്തിൻ്റെ ഇന്ന് അത്തം കഴിഞ്ഞ് 2ാമത്തെ ദിവസമില്ലേ. അങ്ങനെ അവിടെ ഈ ഓണത്തിൻ്റെ ഒരാഘോഷം പോലെയൊക്കെ അവിടെ നടക്കുന്നു. പായസം കൊടുപ്പ് മാത്രമല്ല, ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ പേരും ഫോൺ നമ്പരും ഒക്കെ എഴുതിയിട്ട് അവിടെ ഒരു കാറും കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഒരു പയ്യന് ഒരു കാറ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ഈ പർച്ചേസ് നടത്തി കിട്ടിയതാണ്. ആ പയ്യൻ്റെ കല്യാണമായിരുന്നു. അപ്പോഴാണ് ഈ സമ്മാനവും കിട്ടിയത് കൂട്ടുകാരെ. അങ്ങനെ ഇരട്ടി മധുരം. അങ്ങനെ ഞാൻ ആ കാർ അവിടെ കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഈ എൻ്റെ വീടിനരികിൽ പയ്യന് കാറ് കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ പതുക്കെ അതിനകത്ത് കയറി എല്ലായിടത്തും കറങ്ങി നടന്നു. അങ്ങനെ ലേഡീസിൻ്റെ സെക്ഷനാണല്ലോ തിരയുന്നത്. അങ്ങനെ ഞാൻ പതുക്കെ അത് തേടി ചുരിദാർ സെക്ഷൻ്റെ അവിടേക്ക് പോയി. അവിടെ ചെന്നു. സൂപ്പർ ഇഷ്ടംപോലെ കളക്ഷൻസൊക്കെ ഉണ്ട്. ഇങ്ങനെ അത് ഇട്ടിരിക്കുന്നത് തൂക്കിയിട്ടിട്ടുണ്ട്. അത് വലിയ വില കൂടുതലുള്ളതല്ല. എന്നാൽ ലേഡീസ് ഇങ്ങനെ നിന്ന് സെയിൽ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ പെറുക്കി അടുക്കി ഇങ്ങനെ അങ്ങ് ഇട്ടേക്കെയാണ്. അതിൻ്റെ പാൻസ്, അതിൻ്റെ ഷോള്, അതിൻ്റെ ടോപ്പ് ഇതൊക്കെ തിരക്കി കണ്ടുപിടിച്ചെടുക്കണം. അങ്ങനെ അങ്ങ് പൊക്കത്തിലങ്ങ് നിരത്തി ഒരു 3-4 സെക്ഷനായിട്ട് അങ്ങ് ഇട്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ കൂട്ടുകാരെ. നല്ല അടിപൊളി സെലക്ഷനുണ്ട്, നല്ല റേറ്റും ഉണ്ട്. പക്ഷേ ആ റേറ്റിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. ആ തുണി എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഭംഗിയും ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കിതെല്ലാം വേണം. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് ഒരു കളറ് കണ്ടപ്പോൾ എനിക്ക് നല്ലതുപോലെ അങ്ങ് ഇഷ്ടപ്പെട്ട്. അങ്ങനെ കൂടുതലൊന്നും തേടേണ്ടി വന്നില്ല. ഞാൻ എൻ്റെ ഓണക്കോടി അങ്ങനെ ഇങ്ങനെ ഇന്ന് എടുത്തു. എൻ്റെ ഓണക്കോടി എടുത്ത് എൻ്റെ കഥ പറയാനാണ് കൂട്ടുകാരെ ഇന്ന് വീഡിയോ ഇട്ടത്. കല്യാൺ സിൽക്സ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലായിടത്തും കറങ്ങിയൊന്നും നടന്നില്ല. വീഡിയോ എടുക്കാൻ എനിക്കൊരു മടിയുണ്ട്. അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ. എന്നാലും ഞാൻ ഒളിച്ചെന്നെങ്കിലും ഒരു വീഡിയോ എടുത്ത്, കാരണം അവിടം വരെ പോയതല്ലേ. എല്ലായിടത്തും ഒന്നും കയറിയില്ല. ലേഡീസിൻ്റെ സെക്ഷനിൽ ചെന്നു. മാത്രമല്ല അവിടുത്തെ ഒരു പ്രത്യേകത, നമ്മളൊരു ഡ്രസ്സ് എടുത്താൽ നമുക്കത് ആൾട്ടർ ചെയ്ത് തരും. നമുക്ക് നമ്മുടെ പാകത്തിന് നമ്മുടെ അളവെടുത്തിട്ട് ആ ഷേപ്പിൽ അടിച്ച് നമുക്കിങ്ങ് തരും. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു 5 മണിക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആൾട്ടർ ചെയ്ത് കൈ കിട്ടുമല്ലോ, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വേറെ സെക്ഷനിൽ നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ വല്ല പർച്ചേസ് നടത്തണമെങ്കിൽ ഇവിടെയൊക്കെ നടന്ന് കാണുകയും പർച്ചേസ് നടത്തുകയും ചെയ്യാം കൂട്ടുകാരെ. എല്ലായിടത്തും പൊടിക്കുകയാണ് ഓണത്തിൻ്റെ തിരക്കതാണെങ്കിൽ ഒന്നും പറയേണ്ട. ഒറ്റ വണ്ടി ഒരു റോഡിലൊന്നും ഇറക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കങ്ങുണ്ട്. എങ്ങനെ വരുമോ എന്നുള്ളതാണ് വൈകുന്നേരം ആകുമ്പോഴത്തെ ചിന്ത. അത്രയ്ക്ക് തിരക്കാണ്. ഒരു സൂചി വീഴാൻ പോലും സ്ഥലമില്ല. അത്രയ്ക്കങ്ങ് വണ്ടികളാണ്. എങ്ങോട്ട് ഇറങ്ങി നടക്കാനും പറ്റത്തില്ല. ഇറങ്ങിയ ഈ 2 വീലറുകാരൊക്കെ ഏത് വഴിയാണ് കൊണ്ടുവരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങ് എന്നാലും ഉണ്ടല്ലോ എല്ലായിടത്തും അങ്ങ് ലൈവിലായി. ഇതൊക്കെയാണ് ഒരു രസമെന്ന് പറയുന്നത്. സാധനങ്ങളുടെ മേളമാണ്. എവിടെ നോക്കിയാലും എന്ത് വേണേലും വാങ്ങിക്കാം. എത്ര വിലയ്ക്കുള്ളതും വാങ്ങിക്കാം. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡ്രസ്സ് മെറ്റീരിയൽസ് അവിടെ കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കിടക്കുന്നു. എനിക്ക് ഇതെല്ലാം കൂടെ കണ്ട് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാത്ത വെപ്രാളം. ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്ത് ഇനി പോരുന്നു.
ആൾട്ടർ ചെയ്തെല്ലാം കിട്ടി, കൊണ്ടുവന്ന് ഇട്ടൊക്കെ നോക്കി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, സൂപ്പറായി, നല്ല കളറ്. അതാണ് കല്യാൺ സിൽക്സിൽ പോകാനൊന്നും ഇരുന്നതല്ല ഞാൻ. വഴിയെ നടന്നു വന്നപ്പോൾ അവിടെ ഈ ചെണ്ടക്കാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയാണ് അങ്ങോട്ട് ചുമ്മാതൊന്ന് കയറിയത്. ഓണത്തിന് മിക്ക തുണിക്കടകളിലും ഒന്ന് കയറി ഇറങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്നോ രണ്ടോ എണ്ണം വാങ്ങിക്കും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഈ ആളുകളെയൊക്കെ ഒന്ന് കാണാം, അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ കറങ്ങി നടന്ന് കാണാം. ഇതൊക്കെയാണ് ഓണത്തിൻ്റെ ഒരു രസമെന്ന് പറയുന്നത്. അല്ലാതെ വീട്ടിലിരുന്നിട്ട് എന്തോ കാര്യമാണ് അത്. അങ്ങനെ ഇന്ന് കല്യാൺ സിൽക്സിൽ കയറി. ഇപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ കൂടുതൽ ഇടുന്നില്ല, എനിക്ക് സമയം കിട്ടിയില്ല, അത് കാരണമാണ്. പിന്നെ വീഡിയോസൊക്കെ ആരും അങ്ങനെ കാണുന്നില്ല എന്ന് വിചാരിച്ച് വീഡിയോ ഇടാതിരുന്നതല്ല, എനിക്ക് സമയം കിട്ടാഞ്ഞുകൊണ്ടാണ്. വേറെയുള്ള കാര്യങ്ങളിലോട്ട് ശ്രദ്ധകൾ പോയി. അതാണ്. എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാ കൂട്ടുകാരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണെന്നറിയാം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇപ്പോൾ സമയം 8:30 മണിയായി. ഞാൻ കടയിൽ പോയിട്ട് കുറച്ച് സമയം ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ കല്യാൺ സിൽക്സിൻ്റെ ഓണക്കോടിയുടെ കാര്യമൊന്ന് പറയണമെന്ന് തോന്നിയത്. വേറെ ഒന്നുമില്ല. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കൂട്ടുകാരെ. കല്യാൺ സിൽക്സിൻ്റെ സെലക്ഷൻ അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും അതുവഴി ചിന്നക്കട വഴി പോകുമ്പോഴൊന്ന് കയറിയിട്ട് പോകണം. തൊട്ടിപ്പുറത്ത് തന്നെ പുളിമൂട്ടിൽ സിൽക്സ് ഉണ്ട്, അവിടെയും സൂപ്പർ സെലക്ഷനാണ്.